നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. രാഷ്ട്രീയത്തിൽ പേരിൽ കൃഷ്ണകുമാറിനോട് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും എതിർപ്പുണ്ടെങ്കിലും അദ്ദേഹത്തിന് മക്കളോടും ഭാര്യയോടുമുള്ള ഇടപെടലുകളും സ്നേഹവും എപ്പോഴും പ്രശസ്തികൾ പിടിച്ചുപറ്റുന്ന ഒന്ന് തന്നെയാണ്. പല പെൺമക്കളുടെയും ഐഡിയൽ അച്ഛൻ കൂടിയാണ് കൃഷ്ണകുമാർ എന്നത് കെ ഫാമിലിയുടെ വ്ലോഗിൽ വരുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പക്ഷേ 32 വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകളോട് എങ്ങനെ സംസാരിക്കണമെന്ന് പോലും തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുകയാണ് കൃഷ്ണകുമാർ ഇപ്പോൾ. തന്റെ മാതാപിതാക്കൾ വളരെ വൈകി വിവാഹിതരായവരാണ്. ഞാൻ ജനിക്കുമ്പോൾ അവർക്ക് 36-34 പ്രായം. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരിയായ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ എന്നെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ മോനെ എന്ന് വിളിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. പേരാണ് വിളിച്ചിരുന്നത്. എനിക്ക് ഒരു ചേട്ടനാണ് ഉണ്ടായിരുന്നത്. ചെറുപ്പക്കാരായ സ്ത്രീകളെ ഞാൻ കണ്ടിരുന്നില്ല. സ്ത്രീകളോട് സംസാരിക്കാൻ എനിക്ക് അറിയുമായിരുന്നുമില്ല. സ്ത്രീകൾക്കൊപ്പം ഇരിക്കുവാൻ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്ത്രീകളെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ സിന്ധുവിനെ പരിചയപ്പെട്ടു. ആ ബന്ധം കല്യാണത്തിലേക്ക് എത്തുകയായിരുന്നു. ഞങ്ങൾക്ക് 4 പെൺകുട്ടികളും പിറന്നു. 32 വർഷം കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് പുരുഷന്മാരെ പറ്റി ഒരു വസ്തുത പോലും അറിയില്ല എന്നതാണ് സത്യം. പക്ഷേ സ്ത്രീകളുടെ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും. അത്ര ഇൻഫ്ലുവൻസിങ് പവർ സ്ത്രീകൾക്കുണ്ട്. എന്നെ ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. മാത്രമല്ല അവർ പറയുന്നതൊക്കെ ശരിയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. മക്കളുടെ വസ്ത്രദാനത്തെക്കുറിച്ച് ആളുകൾ എന്നോട് പറയും. ഞാൻ അപ്പോഴും പറയും, എനിക്കതിൽ കുഴപ്പമില്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല, മക്കൾക്കും ഇല്ല. അതുകൊണ്ട് നിങ്ങളും ബുദ്ധിമുട്ടേണ്ടതില്ലല്ലോ എന്ന്. അവർക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതില്ല. മക്കളുടെ സ്വാതന്ത്ര്യം അവരുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. സൈസ് കൊണ്ട് ചെറുതാണെങ്കിലും അവരുടെ ആത്മാവ് ഒരുപാട് ദൂരം സഞ്ചരിച്ചതുപോലെയുള്ള അറിവുകളുള്ളത് പോലും എനിക്ക് തോന്നാറുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. ആദ്യത്തെ കൊച്ചുമകൻ ഓമിയെക്കുറിച്ചും താരം വാചാലനാകുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നടന്റെ കുടുംബത്തിൽ ഒരു ആൺകുഞ്ഞ് പിറക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ താഴത്തും തറയിലും വെക്കാതെയാണ് കെ ഫാമിലി കൊണ്ടു നടക്കുന്നത്. കുഞ്ഞിന്റെ അമ്മയായ ദിയുടെ ഭർത്താവിന്റെ കുടുംബത്തോട് ആ കുഞ്ഞിന് അടുപ്പം കുറയുവാൻ കാരണം ദിയുടെ ഫാമിലിയാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രത്യേക പ്രചാരണങ്ങൾ നടക്കുന്നുമുണ്ട്. ഓമിയെ എപ്പോഴും കെ ഫാമിലി കയ്യിൽ വെച്ചിരിക്കുകയാണെന്നും അടുത്തിടെ പ്രചരിച്ചിരുന്നു. അതിന് കാരണമായത് കുഞ്ഞിന്റെ 1ാം പിറന്നാൾ ആഘോഷത്തിൽ ദിയുടെ ഭർത്താവിന്റെ കുടുംബം പങ്കെടുത്തില്ല എന്നത് തന്നെയായിരുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയെങ്കിലും ഓമിക്ക് ഏറ്റവും ആത്മബന്ധം തന്നോടാണെന്നും അത് നാച്ചുറലായി ഉണ്ടായതാണെന്നുമാണ് കെ പറയുന്നത്. കൊച്ചുമകന് എന്നോട് അസാമാന്യമായ അടുപ്പവും ബന്ധവുമാണ് ഉള്ളത്. ഞങ്ങൾക്കിടയിൽ ഭയങ്കരമായൊരു ആത്മബന്ധം ഉള്ളതുപോലെയാണ് തോന്നാറുള്ളത്. അവൻ എനിക്ക് എപ്പോഴും സന്തോഷം മാത്രം തന്നിട്ടുള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ ആരുടെയും കയ്യിൽ പോകാറില്ല. എൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. ഭക്ഷണം പോലും അവനെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കഴിക്കാറുള്ളത്. ഓസി ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ വയറ്റിൽ തൊട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുമായിരുന്നു. ഗർഭിണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ സംസാരിച്ചത് കൊണ്ടാണോ മോന് എന്നോട് ഇത്രയും ആത്മബന്ധം വന്നതെന്ന് എനിക്ക് അറിയില്ല. വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു പുരുഷ ശബ്ദം എന്റേത് മാത്രമായിരുന്നല്ലോ, അതുകൊണ്ടാണോ എന്ന് അറിയില്ലെന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. എന്നാൽ ഓമിയുടെ പിറന്നാൾ സ്വകാര്യ ചടങ്ങായ ആഘോഷത്തിനെ കുറിച്ച് വിശദീകരിച്ച് ദിയ കൃഷ്ണ പങ്കുവച്ച ഒരു പോസ്റ്റും ഈയിടെ ഭയങ്കര വിവാദമായി തീർന്നിരുന്നു. നാട്ടിൽ ഹോട്ടൽ റൂം എടുത്ത് വെറുതെ പൈസ ചെലവാക്കി കുറെ പേരെ വിളിക്കണം, അവർ വന്ന കൊച്ചിനെയും എടുത്തുകൊണ്ട് പോയി തിരിച്ചു തരില്ല എന്ന സാഹചര്യം വേണ്ടെന്ന് കരുതി. കുഞ്ഞിനത് ഓർമ്മയുണ്ടാകില്ലല്ലോ, അതുകൊണ്ട് വേണ്ടെന്ന് കരുതി. കുഞ്ഞ് കുറച്ച് വലുതായിട്ട് ഓർമ്മ വെക്കുന്ന പ്രായത്തിൽ പിറന്നാൾ ആഘോഷമായി നടത്താം. അപ്പോൾ അവനൊന്നും ഓർമ്മയുണ്ടാകില്ല. നമ്മളും പരിപാടി കഴിയുമ്പോൾ ക്ഷീണിതരാകും. പ്രൈവറ്റായി ഞങ്ങൾ 3 പേരും മാത്രമുള്ള ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷനെ അശ്വിനും താല്പര്യമുള്ളൂ. അശ്വിനും വലിയ പരിപാടി വെക്കുന്നതിനോട് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുമായിരുന്നു ദിയ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ചടങ്ങിൽ അശ്വിന്റെ കുടുംബം പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനങ്ങളാണ് വീഡിയോയ്ക്ക് താഴെയായി നിറഞ്ഞു നിന്നത്. ദിയയുടെ പേരൻസിനെ പോലും അത്ര തന്നെ ഓമിയുടെ മേൽ അശ്വിന്റെ പേരൻസിനും അവകാശമുണ്ട്. കർമ്മ അത് തിരിച്ചു വരും, വെയിറ്റ് ചെയ്യുക. അച്ഛൻ്റെ ഫാമിലിയെ ഒഴിവാക്കുമ്പോൾ സ്വന്തം ഫാമിലിയെയും ഒഴിവാക്കാമായിരുന്നു. ആ അമ്മയുടെ കണ്ണീർ വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായും കിട്ടും. പിന്നെന്തിനാണ് തൻ്റെ ദിയുടെ വീട്ടുകാരെ ഇതിൽ പങ്കെടുപ്പിച്ചത്? അശ്വിനും ആഗ്രഹം കാണില്ലേ അവൻ്റെ പേരൻസ് ഇതിൽ ഉണ്ടാകണമെന്ന്? അശ്വിൻ്റെ സ്ഥാനത്ത് ദിയാണെങ്കിലോ നിങ്ങളുടെ ഫാമിലി ഇല്ലാതെ ഇത് ആഘോഷിച്ചാലോ എന്നിങ്ങനെ പോകുന്നു കമന്റുകളെല്ലാം.